ഞങ്ങള് കപ്പത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടം ഉണ്ട്. വീജ കാണിച്ചു, വീജ പഴയ ആളാ. അയ്യോ എടാ തലകുത്തി കറക്കുന്നുണ്ടോ? അനുവരുത്ത് എറിയുക. അപ്പച്ചനെ അമ്മച്ചിനെ ഒക്കെ ഇങ്ങനെ കബളിപ്പിച്ച് നമ്മളിവിടെ നിന്ന സമയത്ത് കൊറേ കപ്പത്തോട്ടം അത് കൊറേ പറിച്ചു കഴിഞ്ഞു. ഇത് കണ്ടോ? ഇതറിയാവോ? ഇതെന്താണെന്നറിയാവോ? അതെ, ഇത് കണ്ടോ? ഇത് കണ്ടോ? ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ കപ്പയുടെ കുരുവല്ലേ ഇത്? ഇത് കപ്പയുടെ കുരുവാണ്. പക്ഷെ ഞങ്ങൾ ഇതിനെ സാധാരണ കപ്പയ്ക്കാന്നാണ് പറയുന്നത്. കപ്പയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ ഇത് ശരിക്കും ഇതുകൊണ്ട് നമ്മൾ ഇതൊന്നും കുഴിച്ചുവിട്ടല്ല, അറിയാലോ, കപ്പയുടെ കമ്പ് കുഴിച്ചു വെച്ചിട്ടാണ്. പക്ഷേ ഇതിന് കപ്പയ്ക്കായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ജനറേഷനിൽ, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഈ കപ്പയ്ക്ക കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. എന്താണെന്നറിയോ? ഇതുകൊണ്ടാണ് ഞങ്ങൾ പമ്പരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആ കാലത്ത്. പമ്പരം ഇത് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എവിടെയെങ്കിലും ടി വിയിലോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനുകൊണ്ട് പമ്പരം ഉണ്ടാക്കുന്നത്? അങ്ങനെ കണ്ടിട്ടില്ല. എന്നാ നമുക്കൊന്ന് കാണാം, നോക്കാം ഇങ്ങോട്ട്. നമുക്കതേ നമ്മുടെ ശ്രീജയനെ കൂടെ വിളിക്കുവാണെങ്കിൽ നമുക്ക് അവളെ കൂടെ കൂട്ടാം. കാരണം അവള് ഇത് ഇതിനകത്തൊരു എക്സ്പെർട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അയ്യോ, അത് നമ്മുടെ ശ്രീജയല്ലേ? ശ്രീജയ്, നീ എന്നാടി കപ്പ കട്ടുവാന്ന് വേണോടി? അത് സാറ് മൂത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പറിച്ച് തിന്നാന്ന് ഓർത്തായിരുന്നു ഞാൻ നോക്കിയത്. എടി, നീ കപ്പ മൂത്തോന്നറിയാൻ വേണ്ടി ചോട്ടിൽ മാത്രം എന്തിനാണ്? ഇത് കണ്ടില്ലേ കപ്പയ്ക്കാ വിളഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ? കപ്പയ്ക്കാ വിളഞ്ഞാല് കപ്പ മൂത്തെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഈ കപ്പയ്ക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങളെ? ഇതൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിലെ പ്രധാനപ്പെട്ട സാധനങ്ങളാണ്, ഞങ്ങളുടെ കളിക്കോപ്പുകളായിരുന്നു. ഇതൊക്കെ പറയാം കേട്ടോ. ഇതെല്ലാം നമുക്ക് പുറകെ പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമുക്ക് പുറകെ പറയാം. കപ്പ മുഴുവൻ മുഞ്ഞയാണ് കേട്ടോ. അത് നോക്കി, മുഞ്ഞ അറിയാവോ? ചെടികളുടെ എല്ലാം നീര് ഊറ്റി കുടിക്കും. എന്നിട്ട് ഈ ഇലേനെ എന്താ പറയുക, ശോഷിച്ചാ ഇലയുടെ ഓജസ്സും തേജസ്സും ഒക്കെ കളഞ്ഞ് അതിനെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ മുഞ്ഞെന്ന് പറയുന്നത്. അത് തന്നെ, പുകയില കഷായം ഉണ്ട്, പിന്നെ വേറെ കുറേ രാസ മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് അപ്പോൾ കപ്പക്ക. ഈ കപ്പക്കായും കൊണ്ടായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലെ കുറേ സമയം നമ്മൾ ഒഴിവ് സമയം അങ്ങനെ ഉണ്ടാകാറില്ല. കാരണം മിക്കവാറും പണിയാണ്. സ്കൂൾ വിട്ട് വന്നാൽ വെള്ളം കോരണം, പല പരിപാടിയുണ്ട്. ഇന്നത്തെ പോലെ പൈപ്പൊന്നും ഇല്ല, അങ്ങ് കിണറിൽ നിന്ന് കോരിക്കൊണ്ട് വരണം. പിന്നെ പശുവിന് പുല്ല് പറിക്കണം, അങ്ങനെ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ബാക്കി അപ്പച്ചനെ അമ്മച്ചീനെയൊക്കെ ഇങ്ങനെ കബളിപ്പിച്ച് കിട്ടുന്ന ചെറിയ സമയം, പിന്നെ അമ്പലത്തിലെ ഉത്സവം, അതുപോലെ തന്നെ പള്ളിയിലെ പെരുന്നാൾ, ആ സമയത്താണ് ഇത് കായ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സമയത്താണ് ഏകദേശം ഇതിൻ്റെ കാരണം മഴക്കാലത്തിന് മുമ്പാണ് കപ്പ പറിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുക്കി നമ്മളിതിങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് കണ്ടോ? ഈ രീതിയിൽ ഇത് കണ്ടോ? ഇതിങ്ങനെ പൊളിക്കും. കണ്ടോ? ഇങ്ങനെ പൊളിച്ച് ഇതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കും. പൊളിച്ചെടുക്കാൻ ഒരു ചെറിയ മുന കണ്ടോ? ഈ ചെറിയ മുന കണ്ടോ? ഈ മുന ആണ് ഈ പമ്പര ശരിക്കും കറങ്ങുന്നത്. എന്നിട്ട് ഇതിങ്ങനെ പൂർണ്ണമായിട്ടും പൊളിക്കണം. കണ്ടോ? ഇങ്ങനെ പൊളിച്ചിട്ട് പൂർണ്ണമായിട്ടും പൊളിച്ച് മാറ്റണം. ഇതിപ്പോൾ ഇതെല്ലാം പൊളിക്കാം. അങ്ങനെ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിങ്ങനെ പൊളിച്ച് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ പച്ചയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് ക്ലീൻ ആക്കി എടുത്താൽ മതി. അപ്പോൾ അതാണ് ഇതിൻ്റെ അവസാനം. നമുക്ക് ഇതിനുണ്ടോ? ഇതിൻ്റെ പുറകിലൊരു ഹോളുണ്ട്. ആ പുറകിൽ ഇനി നമുക്ക് വേണ്ടത് എല്ലാവരും അത് തുറന്നോ. ഇനി നമുക്ക് ഇങ്ങനെ ഈർക്കൽ ഈ വലുപ്പത്തിൽ ഇങ്ങനെ ഈർക്കൽ ഇങ്ങനെ ഒരു 1.25 സെൻറ്റിമീറ്റർ ആ ലെവലിൽ അധികം നീളായ കറക്റ്റായിട്ട് കറങ്ങിയതാണ്. ഈ ചെറിയ അതായത് 1.25 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇത് ഉണ്ടോ? അതെ, ഈ വലുപ്പത്തിലായിരിക്കണം. ഈ വലുപ്പത്തിലാണ് നമുക്ക് ഇതിൻ്റെ ഈർക്കലി ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഇതിട്ടിട്ട് അതൊന്ന് ഒരുക്കൊക്കെ വേണം. കാരണം ഇതിന് ഈർക്കലിക്ക് സാധാരണ ഒരു ഓവൽ ഷേപ്പാണ്, അല്ലെങ്കിൽ പരന്നാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പരപ്പ് മാറ്റാനായിട്ട്, ഉരുട്ടാനായിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ഒരുക്കേണ്ടതുണ്ട്. അന്നേരം നമ്മളിങ്ങനെ കറക്കുമ്പോൾ കറക്റ്റായിട്ട് അത് കറങ്ങി വരുള്ളൂ. അതെ. ഇതൊന്ന് ഒരുക്കി തുടങ്ങിയോ? അത് ഇങ്ങനെ ഒന്ന് ഒരുക്കിക്കോ, അത് ക്ലിയർ ആക്കിക്കോ, ഒന്ന് ഒരുക്കിക്കോ. കണ്ടോ? ഇതിപ്പോൾ നമ്മളിത് കണ്ടോ? ഇതിപ്പോൾ ഒരുക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ? ഒരു ഏകദേശം ഒരു ഉരുണ്ട കളറായി. ഇപ്പോൾ നമ്മൾ ഇതും ഒരുക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ കണ്ടോ ഒരുക്കിയെടുത്ത നമ്മുടെ പമ്പരമാണ്, കപ്പയ്ക്ക പമ്പരം. കപ്പയ്ക്ക മുനയുണ്ട്, അതുപോലെ തന്നെ ഈ ഹോളുണ്ട്. കേട്ടോ? ഈ ഹോളിനകത്തേക്ക് ഇങ്ങനെ നമ്മൾ ഒരുക്കിയെടുത്ത ആ ഈർക്കിലിയുടെ ഇങ്ങനെ ചേർക്കണം. ഇങ്ങനെ ചേർത്തിട്ട് ഇതേണ്ട അങ്ങനെ കറക്കണം. ഇതെല്ലാം കൂടെ കറക്കണം. നമുക്കിത് അങ്ങനെ നമുക്കിതെല്ലാം കൂടെ വെക്കാം. ഒരുമിച്ച് കറക്കുമ്പോൾ ഭയങ്കര രസമാണ്. എന്നിട്ട് ഞാൻ കറക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ ഇതേ വന്ന് ഇടിക്കുമ്പോഴത്തേന് ഭയങ്കര ത്രില്ലാണ്. ഞാൻ ചെയ്ത് അങ്ങനെ പിന്നെ വാശിയാണ് അങ്ങോട്ട്. അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് സ്കൂളിൻ്റെ തറയിലും അമ്പലത്തിൻ്റെ മുറ്റത്തും അതുപോലെ അങ്ങനെയുള്ള സ്ഥലത്താണ് കയ്യിലിട്ടിട്ടൊക്കെ ഇറക്കും. നമ്മുടെ കൈവെള്ളയിലൊക്കെ ഇട്ട് ഇങ്ങനെ കറക്കും. അത് കയ്യിലിട്ട് കറക്കണം. കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ? വേണ്ട, അങ്ങനെ അധികം നേരം വെക്കുന്നവർക്ക് ഭയങ്കര ഭയങ്കര സംഭവമാണെന്നുള്ള ഇതൊക്കെ വരും. കൂട്ടുകാർക്കിടയിൽ വലിയ ഒരു ഇതുപോലെയൊക്കെ വരും. ഇനി ഇത് കണ്ട, എല്ലാവരും കൂടെ കറക്കിക്കേ. ഇതെടുത്തേ ഒരാൾ കണ്ടോ? കണ്ടോ? നോക്കിയേ,
നിനക്ക് ഈർക്കലില്ലേ? ഈർക്കൽ കിട്ടിയില്ലേ? ഇതിനകത്ത് ഇത് കണ്ട നല്ല ഇതേ അല്ല, അങ്ങനെ തെറിച്ചു പോയല്ലേ. കറങ്ങി കണ്ടാ ദേ കറക്കി വിടെ. ഇതിൻ്റെ ഈർക്കലി പോയോ? അപ്പോൾ ഇതാണ് കണ്ടോ, ഇതാണ് കപ്പപ്പമ്പരം. ഇങ്ങനെ കറങ്ങുന്ന കപ്പപ്പമ്പരം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ആനന്ദം നൽകിയ ഒരു കാര്യമായിരുന്നു. കാരണം അതേണ്ട ശ്രീജ കാണിച്ചു. ശ്രീജ പഴയ ആളാ. അയ്യോ ഏട്ടാ തലകുത്തി കറക്കുന്നത് കണ്ടോ? അനുവരുത്ത് എറിയുക വേണ്ട. ഇതേ നോക്കിയേ. അതെ മര്യാദയ്ക്ക് ഇറക്കാം. ഞാൻ നിങ്ങൾ തലകുത്തി കറക്കിക്കോ. ഞാൻ എനിക്കത് പറ്റുന്നില്ല തിരിച്ചു കറക്കാൻ. പിന്നെ നമ്മുടെ കളിക്കോപ്പ് മാത്രമല്ല കേട്ടോ ഞങ്ങൾക്കിത് കളിക്കോപ്പ് മാത്രമായിരുന്നില്ല. ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ അരിക്കൊക്കെ ഭയങ്കര ക്ഷാമമായിരുന്നു. അപ്പോൾ ആ കാലത്ത് ശരിക്കും പറഞ്ഞാൽ മലയാളി നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാവർക്കും അരിയുടെ വലിയ ക്ഷാമമായിരുന്നു. കാരണം റേഷൻ കടയിൽ കൂടി കിട്ടുന്ന അരി മാത്രമായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ആ കാലത്ത് കപ്പയായിരുന്നു. കപ്പ മാത്രമല്ല അവിടെ ചക്കയും. ഞങ്ങളൊക്കെ ചക്കയുടെ പ്ലാവിൻ്റെ മുകളിൽ ഇരുന്ന ചക്കപ്പഴമൊക്കെ തിന്നിട്ടുള്ളവരാണ്. അപ്പോൾ ആ കാലത്ത് ഞങ്ങളുടെ എല്ലാം വിശപ്പ്, നമ്മുടെ മലയാളികളുടെ എല്ലാം വിശപ്പ് മാറ്റിയിരുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമായിരുന്നു നമ്മുടെ ഈ കപ്പ. സാറേ നമ്മുടെ കേരളത്തിൽ മാത്രമല്ലേ കപ്പയുള്ളൂ, അല്ലാതെ പുറത്തൊന്നും കപ്പ? അല്ല കേരളത്തിൽ മാത്രമല്ല, കേരളം നമ്മുടെ തമിഴ്നാട് ഇപ്പോൾ പണ്ടുണ്ടായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ മാത്രമല്ല, തെക്ക് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ദേശീയ ഉൽപ്പാദനത്തിന്, അതായത് നമ്മുടെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന കപ്പയുടെ 54% കേരളത്തിലാണ്. ബാക്കി 46% മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടെന്ന് ഓർത്തുകൊണ്ട്. നേരത്തെ നമുക്ക് കേരളീയർക്ക് മാത്രം അവകാശപ്പെട്ടിരുന്ന കപ്പ ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് പകുതി കേരളത്തിന് വെളിയിലാണ് കൃഷി ചെയ്യുന്നത്. കേരളം ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. തെങ്ങ് പോയി, റബ്ബർ പോയി, ഒന്നൊന്നായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ദേശീയ ഭക്ഷണം കപ്പ. നമ്മുടെ ദേശീയ ഭക്ഷണമല്ല, ദേശീയ ഭക്ഷണം എന്ന് വേണം നേരത്തെ പറയാമായിരുന്നു. സാറേ അപ്പൊ ഇത് പുറത്തുനിന്നെങ്ങാണ്ട് വന്നു എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഏത് നമ്മുടെ കപ്പയോ? കപ്പ അല്ല, കപ്പ ശരിക്കും കപ്പയുടെ ജന്മദേശം ബ്രസീലാണ്. പോർച്ചുഗീസുകാർ നമ്മളെ രാജ്യത്തേക്ക് ആദ്യമായി അധിനിവേശം ചെയ്ത പോർച്ചുഗീസുകാരാണ് 17-ാം നൂറ്റാണ്ടിൽ. ബ്രിട്ടീഷുകാർക്ക് മുമ്പാണല്ലോ പറിച്ചതാർ വന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് അവർ കപ്പ നമ്മളിൽ കൊണ്ടുവരുന്നത്. എന്തായാലും അവർ നമ്മളെ കീഴടക്കിയെങ്കിലും നമുക്ക് കുറച്ച് നല്ല ചെറിയ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടാണ് പോയത്. അല്ലെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റൂലായിരുന്നു. ഇത് ഇതിന് ഇംഗ്ലീഷിൽ അവിടെയൊക്കെ കൊസോവയെന്നും ടോപ്പിയൊക്കെ എന്നും ഇംഗ്ലീഷിൽ പേര് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ശാസ്ത്രീയനാമം എന്ന് പറയുന്നത് അനിഹോട്ട് എസ്കുലാൻഡ എന്നാണ്. സാറ് നമ്മുടെ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു കസിൻ ഉണ്ട് തിരുവനന്തപുരത്ത്. അപ്പൊ ആള് കോഴിക്കോട് കഴിഞ്ഞ പോയപ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് എന്താണ് കപ്പയുടെ പേര്, അവിടുത്തെ പേരെന്തോ പറഞ്ഞു, തിരുവനന്തപുരത്തെ പേര് കോഴിക്കോട് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അയ്യോ പൂര തെറിയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മള് കോഴിക്കോട് പറയുന്ന പേര് തിരുവനന്തപുരത്ത് തെറിയും, തിരുവനന്തപുരത്ത് പറയുന്ന പേര് കോഴിക്കോട് തെറിയുമാണ്. അങ്ങനെ അത് വലിയ പ്രശ്നങ്ങളാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഒക്കെ വിട്ടുപോകാത്ത ആൾക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും അവർക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഈ പേര് പറഞ്ഞു കഴിയുമ്പോൾ അവര് നമ്മളെ തല്ലാൻ വരും. അല്ല, നമ്മൾ മറ്റേ ജില്ലകളിലൊക്കെ പോവുകയും വരികയും ചെയ്യുന്നവർക്കാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ഇപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പേരുണ്ടെന്നുള്ളത് ഏകദേശം ഒരു ധാരണ. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലല്ലോ, ഒരു അറിവില്ലല്ലോ മറ്റു മനുഷ്യരെങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ പേര് ഒരു വലിയൊരു ഒരു പ്രശ്നമായിരുന്നു നേരത്തെ. കാരണം കപ്പയുടെ പേര് പല ജില്ലയിൽ പോയി പറയാൻ പേടിയാണ്. ദേവികേ, ഏതായാലും ഇവള് കപ്പ മാന്താൻ വന്നാ, നമുക്ക് ഒരു ചൂട് കപ്പ ഒന്ന് പറിച്ച് നമുക്കൊന്ന് പുഴുങ്ങിയാലോ? നിന്റെ കൊതിയും തീരട്ടെ, നിന്റെ കപ്പക്കൊതി അതെ, അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് എല്ലാവരും വിളിക്കണം. നമ്മുടെ ക്യാമറമാനെയും വിളിക്കണം. പിന്നെ ഇത് നമ്മുടെ കോട്ടയത്ത് കപ്പയെന്ന് പറയും. കോട്ടയം മാത്രമല്ല, കോട്ടയം, പത്തനംതിട്ട, എനിക്ക് തോന്നുന്നു ആലപ്പുഴ, ഇടുക്കിയിലൊക്കെ നമ്മുടെ മധ്യ തിരുവിതാംകൂർ മുഴുവൻ കപ്പയെന്നാണ് പറയുന്നത്. പിന്നെ മരച്ചീനി എന്ന് പറയും, കൊള്ളിക്കിഴങ്ങെന്ന് പറയും, ചീനിക്കിഴങ്ങെന്ന് പറയും, അതുപോലെ തന്നെ പൂളക്കിഴങ്ങെന്ന് പറയും. പിന്നെ അങ്ങനെ വിവിധ പേരുകളിലാണ്. നമ്മുടെ വേരുമായിട്ട് ബന്ധപ്പെട്ട, കിഴങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിനെല്ലാം പറയുന്നത്. പക്ഷേ ചില പേരുകൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില കൺഫ്യൂഷൻസ് നേരത്തെ ഉണ്ടാക്കിയിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാ പേരുകളും, നമ്മുടെ എല്ലാ നാട്ടുപേരുകളും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം സോഷ്യൽ മീഡിയ ഇതായതോടുകൂടി എല്ലാവർക്കും എല്ലാം അറിയാവുന്നൊരവസ്ഥ വന്നു. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തിരുവനന്തപുരംകാർക്ക് തിരുവനന്തപുരം മാത്രമേ അറിയാവുള്ളൂ. നമ്മുടെ മാവ് മലപ്പുറത്ത് മൂച്ചിയാണ്. മൂച്ചി എന്ന് പറഞ്ഞാൽ മാത്രമേ മലപ്പുറത്ത് അറിയുള്ളൂ. മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരറിയില്ല. മലപ്പുറത്തിന്റെ ഉള്ളിൽ അന്ന് ഇപ്പോഴല്ലായിരിക്കും, ഇപ്പൊ ചിലപ്പോൾ അറിയാമായിരിക്കും. നേരത്തെ മലപ്പുറത്തിന്റെ ഏതെങ്കിലും ഭാഗം ചെന്നിട്ട് നമ്മൾ
മൂച്ചി എന്ന് പറഞ്ഞാൽ മാത്രമേ മാവെന്ന് അറിയുള്ളൂ. മാവെന്ന് പറഞ്ഞാൽ അറിയില്ല. നമുക്കിവിടെ മൂച്ചി എന്ന് പറഞ്ഞാൽ നമുക്കും അറിയില്ല. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ള മാങ്ങമുടസിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാങ്ങമുടസിലില്ലാതെ നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പേരുകളെല്ലാം ആലേഖനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം നമ്മളുടെ ആ ലോക്കൽ നെയിംസിന്റെ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ടായിരുന്നു. ആ നേരിടുന്ന ഒരു പരിഹാരം കൂടിയാണ് മാങ്ങമുടസ്. അതുകൊണ്ട് തന്നെ ഈ പേര് നമുക്ക് മാങ്ങോടസിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും കൂടെ ഉണ്ട്. സാറേ നമുക്ക് കപ്പ് പറിച്ചാലോ? കപ്പ പറിച്ചേക്കാം. ഏതായാലും നമ്മൾ ഇനിയിപ്പോ പുതിയ കപ്പ പറിക്കണ്ടേ? ഇപ്പോൾ കുറെ മാന്തി വെച്ചിരിക്കുന്നതല്ലേ, പകുതി മാന്തി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് അത് തന്നെ പറിക്കാം. കാരണം അതിനകത്ത് നീ ഉള്ള കിഴങ്ങ് കണ്ടായിരുന്നോ? കിഴങ്ങുണ്ടായിരുന്നോ? ഇത് നമ്മുടെ ഷൈബി വെച്ച കപ്പയാ. അപ്പൊ ഉണ്ടാവും എന്തായാലും. കപ്പ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. അതെ, കൈ രാശി വർക്കത്തല്ലേ. ഞാൻ ഇത്രയും മാന്തി വെച്ചിട്ടുണ്ട്. സാർ എന്നാ പറിച്ചേക്കാം. സാറും കൂടെ ഒന്ന് പിടിക്കാവോ? നീ കൂടെ പിടിക്കടി. അല്ല നിക്ക്. നിങ്ങളേ അങ്ങനെ അങ്ങ് പറിച്ചു പോയാ. ഇതെന്നാ കപ്പയെന്നറിയോ നിങ്ങൾക്ക്? ഇതാണ് മലബാർ കപ്പ. മലബാർ കപ്പ എന്ന് പറഞ്ഞാൽ അറിയാവോ നിങ്ങൾക്ക് എന്താന്നുള്ളത്? നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ, എന്റെ ചെറുപ്പത്തിലൊക്കെ 18 കപ്പ എന്ന് പറഞ്ഞൊരു കപ്പ ഉണ്ടായിരുന്നു. അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ 18 കപ്പ? 18 കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തണ്ടൊക്കെ ശരിക്കും നല്ല ഒരു കൃഷ്ണ നീല കളറിലിരിക്കും, കറുത്തിരിക്കും. ഇല ഇതുപോലെ അല്ല. ഇല ഇതുപോലെ ഒരു ലൈറ്റ് മഞ്ഞയല്ലേ, ഇങ്ങനെ മഞ്ഞ കളറല്ല. ശരിക്കും അതൊരു ഡാർക്ക് പച്ചയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് കയ്പാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും കഴിക്കാൻ പറ്റില്ല. നമ്മൾ കടിച്ച അപ്പം തന്നെ നമ്മൾ തുപ്പി പോകും. പക്ഷെ അന്നത്തെ വിശപ്പില്ല ചിലപ്പോൾ അതും നമ്മൾ തിന്നിട്ടുണ്ടാവും. പക്ഷെ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് 2 ദിവസം, അതായത് ശരിക്കും ഒരു ദിവസം ഇന്ന് നമ്മളത് വെട്ടിപ്പുഴുങ്ങി തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ വെക്കും. എന്നിട്ട് ആ വെള്ളം ഊറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ചിട്ട് അന്ന് പൂർണ്ണമായിട്ട് അന്ന് രാവും പകലും അവിടെ ഇടും. പിറ്റേന്ന് വീണ്ടും അത് നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് പിന്നെ ആ വെള്ളം ഊറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് തിന്നാൻ പറ്റുള്ളായിരുന്നു. കാരണം അത്ര സൈനൈഡ് ആയിരുന്നു ഫുൾ. അതായത് എനിക്ക് തോന്നുന്നു 25% സൈനൈഡ് ഉണ്ടായിരുന്നു തോന്നുന്നു ആ കപ്പയ്ക്കകത്തൊക്കെ. കാരണം ഇതിനകത്ത് സൈനൈഡ് അടങ്ങിയിരിക്കുന്നത്. കപ്പയുടെ ഒരു കണ്ടന്റ് സൈനൈഡാണ്. സൈനൈഡ് പ്യൂർ സൈനൈഡാണ്. അതുകൊണ്ടാണ് നമുക്ക് കഴിക്കുന്നത് പെട്ടെന്ന്. നമ്മൾ അധികം ഈ കപ്പയാണെങ്കിലും അധികം കഴിച്ചാൽ നമുക്ക് കഴിക്കും. അത് നമുക്ക് സൈനൈഡ് എഫക്ട് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു 10 ഇരട്ടി സൈനൈഡ് എഫക്ട് 18 കപ്പലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് 18 കപ്പ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വേവിച്ച് കഴിക്കുമായിരുന്നു. നമ്മൾ സാധാരണ ചെണ്ട പുഴുങ്ങുക എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ വേവിച്ച് മഞ്ഞ നിറത്തിലൊക്കെ കഴിക്കുക, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ അരിഞ്ഞ് ഉണങ്ങും. വാട്ടുകപ്പ എന്ന് പറയുന്നതാണ് വാട്ടുകപ്പ. അപ്പൊ ഈ പേര് തന്നെ ഉണ്ടായതാണ്. അതായത് 10 കിലോ കപ്പ അരിഞ്ഞ് ഉണങ്ങിയാൽ 8 കിലോ കിട്ടുന്ന, അതാണ് 10 അങ്ങനെയാണ് ആ പേര് തന്നെ. ആ കപ്പയുടെ പേര് തന്നെ വരുന്നത് 10 എന്ന് വരുന്നത്. 10 കിലോ കപ്പ അരിഞ്ഞ് ഉണങ്ങുമ്പോൾ 8 കിലോ കിട്ടുന്നുള്ള കണക്കാണ്. അന്നൊക്കെ ഒരു പൊട്ടക്കണക്കാണല്ലോ. ആ കണക്കിനാണ് അങ്ങനെ ഒരു പേര് തന്നെ ഉണ്ടായത്. എന്നാ പറിച്ചേക്കാം നമുക്ക്. അല്ല നിക്ക് പറിക്കാൻ വരട്ടെ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം എന്താ പറയുക, അത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങള് 70-80 പിള്ളേരുണ്ടല്ലോ. ഞങ്ങളുടെ 70-80 പിള്ളേർ കഷ്ടപ്പെട്ട കഥയൊന്നും നിങ്ങള് അറിയായിരുന്ന ശരിയായാലോ. വാ കാണിച്ചു തരാം. ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അതെ പഴുത്ത കപ്പേല കണ്ടിട്ടുണ്ടോ? പിന്നെ ഈ പഴുത്ത കപ്പേല ഇതേ ഞങ്ങൾ സ്കൂള് വിട്ട് വരുമ്പോൾ അമ്മച്ചിയുടെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പിള്ളേരാണ് ഞങ്ങൾ വീട്ടിലേ. അപ്പൊ 4 പിള്ളേർക്ക് ഓരോ ഒരു നിയമം ഉണ്ടായിരുന്നു. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പോൾ നമ്മള് സ്കൂള് വിട്ട് കഴിഞ്ഞാൽ ഒരു ചാക്കുണ്ട്, ഓരോരുത്തർക്കും ഓരോ ചാക്കുണ്ട്. ആ ചാക്കിനകത്ത് നമുക്ക് നിറച്ച് പുല്ല്, നമ്മൾ കുറേയൊക്കെ പൊക്കി വെക്കും. പക്ഷെ നിറച്ച് നല്ല തിക്കി പുല്ലുണ്ടാവണം. വേനൽക്കാലാണെങ്കിൽ പഴുത്ത കപ്പേലയായാലും മതി. ഇങ്ങനെ പഴുത്ത കപ്പേല ഇങ്ങനെ ഓടി നടന്ന് നമ്മൾ പറിക്കും. അപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ, ഞങ്ങളുടെ കല്ലറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്ന ആ ഗ്രൗണ്ടിലാണ് കപ്പയിടും വേനൽക്കാലത്ത്. അപ്പോൾ അവിടെ നോട്ടക്കാരനായിട്ട് ഞങ്ങളുടെ അയലോക്കത്തുള്ള കൊച്ചേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ അമ്മയുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ രഹസ്യമായിട്ട് ഇങ്ങനെ കപ്പേലിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഈ അമ്മ ഓടി വന്നിട്ട് ഓടാ ഞങ്ങളെ കപ്പത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടം ഉണ്ട്. നമ്മളെന്താ പറയാ, ഞെട്ടിപ്പോ നമ്മളൊരു മരത്തിലേക്ക് ഈച്ച ഓടുന്ന പോലെയാ. കാരണം നമ്മളെ പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരതിനകത്ത് വേറെ ഉണ്ട് കപ്പ പറിക്കാനായിട്ട്. അയ്യോ ആ ഓർമ്മകള്. ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം കിട്ടാതിരിക്കാനായിട്ട് ഒരുപാട് ഓടും. ഓടിയിട്ടേ പിന്നെ ഞങ്ങൾ നിൽക്കുള്ളൂ. അതൊക്കെ പറയാതിരുന്നാലേ നമ്മുടെ ഈ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഞങ്ങൾ ആ 70-80 ഒക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പറയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും വിഷമങ്ങൾ. ഞങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ എണ്ണി പെറുക്കും വീട്ടിലിരുന്ന്. ഇങ്ങനെയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പുല്ലി എത്തണം, കപ്പയ്ക്ക് വെള്ളം ഒഴിക്കണം. അത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അയ്യോ ഞങ്ങൾ പഴയ ആൾക്കാർ അത് പറയുന്നു ഇത് പറയുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ഞങ്ങൾ ഈ 70-80 കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയതാ. നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ഇത് കഴിക്കല് മാത്രമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പറിക്ക് ഇത് നമ്മൾ ഉണ്ടാക്കിയതാ. പറിക്ക്. ഇങ്ങനെയാണോ പറിക്കുന്നത്? കണ്ട ഇത് എത്ര കിലോ ഉണ്ടാവും? ഇത്
ഇതൊരു 3 കിലോ 4 കിലോ മൂന്നൊന്നുമല്ല 3 കിലോ 4-5 കിലോ ഉണ്ടാവും. 5 കിലോ ഉണ്ടോ? എന്നാ ഇത് ഇല ഒടിക്ക്, ഇതൊക്കെ ഒടിക്ക്. ഇതൊക്കെ കുടിക്ക്. എടുത്തോണ്ട് പോയി എല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ടോ? കപ്പയെല്ലാം പോയിട്ടുണ്ടോ? കിഴങ്ങെല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. പെർഫെക്റ്റ് പറിക്കലാ പറിച്ചെന്ന് നോക്കിയേ. ഇത്രയും പെർഫെക്റ്റ് ആരെങ്കിലും കപ്പ പറിക്കും? എന്നെ സമ്മതിക്കണം. വാ എടുത്തോണ്ട് പോവാ, പെട്ടെന്നാക്കാം, നമുക്കത് വെട്ടി പുഴുങ്ങാം. തുടങ്ങിയേക്കാം പരിപാടി. ഇതന്നെ നമ്മുടെ കപ്പ കേട്ടോ. പൊടിച്ചോ, നിങ്ങൾ പൊട്ടിച്ചോ. ദേഹത്തുള്ളല്ലേ? ദേഹത്ത് കൊണ്ടുവന്ന വീഡിയോ ഒക്കെ പോവും, പിന്നെ കേസാവും. ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ഈ ചെണ്ട നമ്മൾ പുഴുങ്ങാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊത്തി ചുരുക്കിയെടുക്കും. കൊത്തി ചുരുക്കിയാൽ അത് വേവിച്ച് നമ്മൾ ഈ മഞ്ഞ നിറത്തിലുള്ള ഷാപ്പ് കപ്പ ഇങ്ങനെ കണ്ടാ. നോട്ടെ, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നിട്ട് കഴിക്കണമെന്നാണ് അതിൻ്റെ നിയമം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊത്തി. അല്ല, അതിന്റെ നിയമം അങ്ങനെയാ. അങ്ങനെ ചെയ്തില്ലൊക്കെ പാവാണെന്നാ പറയുന്നത്. പിന്നെ നീ കഴിക്കരുത് ദേവിയെ. അല്ല, ഇവിടെ അടിച്ചു മാറ്റാൻ വേണ്ടി ഇരിക്കായിരുന്നു. കപ്പയുടെ ചോട്ടിൽ നിന്ന് മാന്തിക്കൊണ്ടിരുന്നാ നമ്മള് പിടിച്ചത്. ഈ ചൂട്ടുകറ്റൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? പണ്ട് നമ്മളെ ടോർച്ചില്ലായിരുന്ന കാലത്ത് ചൂട്ടുകറ്റ ഇങ്ങനെ വീശിയായിരുന്നു പൊക്കോണ്ടിരുന്നത്. നിങ്ങൾ സിനിമയിലെ കണ്ടിട്ടുള്ളൂ. നമ്മൾ ചൂട്ടുകറ്റ പിടിച്ചു പോയിട്ടുള്ള ആൾക്കാരാ. അച്ചാച്ചന്റെ കൂടെ ഞാൻ വീശാൻ പോവായിരുന്നു രാത്രിയിൽ. അന്നേരം ഈ സാധനം കൊണ്ടാ പോകുന്നത്, ഇങ്ങനെ വീശാനായിട്ട് കൂട്ടിട്ട് പോകുന്ന പാതിരാത്രിക്ക്. ഞാനിതിന്റെ വെള്ളം ഊറ്റിയെടുക്കാം ദേവിയെ. കപ്പയും കുടഞ്ഞോ? കപ്പ കുടഞ്ഞോ? നല്ല കപ്പ ഇടാലോ. അടിപൊളി കപ്പ, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. മുളക് തന്നില്ല. ഇതിവിടെ കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടിയിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കപ്പയ്ക്കാപ്പമ്പരം. അപ്പോൾ ഈ കപ്പയ്ക്കാപ്പമ്പരം എല്ലാവരും എൻ്റെ പ്രായമുള്ളവരൊക്കെ, എൻ്റെ പ്രായമുള്ളവരും അതിനുശേഷം എന്താ പറയുക 80-ൽ ജനിച്ചവരും 70-ൽ ജനിച്ചവരും 60-ൽ ജനിച്ചവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കളിയുപകരണമായിരുന്നു. കാരണം അന്ന് നമ്മുടെ ഈ അരി കഴിഞ്ഞാൽ നമുക്ക് കപ്പയാണ്. അരി കുറവുണ്ടായിരുന്ന കാലത്ത് കപ്പയാണ് നമ്മുടെ ജീവനെ നിലനിർത്തിയിരുന്നത്. കപ്പയും ചക്കയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട വിളയായിരുന്നു. മിക്കവാറും വീടുകളിലൊക്കെ ഏത് ടെറൈനിലും, നമ്മുടെ കേരളത്തിൻ്റെ ഏത് ചെറുഭാഗത്തും, അതായത് ഈ പറയുന്ന അപ്പർ കുട്ടനാട് അതുപോലെ തന്നെ മലമ്പ്രദേശം, സമതലം, എല്ലാ സ്ഥലത്തും വളരുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കപ്പ. ആ കപ്പയുടെ ഈ കപ്പ കഴിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ അങ്ങ് കളിക്കാനുമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മുടെ പുതിയ തലമുറകൾക്ക് ഇത് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഒപ്പം കപ്പയുടെ ചരിത്രവും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കപ്പ പുരാണം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ കപ്പപ്പമ്പരം എങ്ങനെയാണ് കറക്കുന്നതൊക്കെ കണ്ടല്ലോ. മനോഹരമാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ കപ്പ ഈ വേനൽക്കാലത്ത് കപ്പ പറിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കുമായിരുന്നു. എന്നിട്ട് നനച്ചു വെക്കും, ചെറുതായിട്ട് ഇങ്ങനെ ഈർപ്പം, അല്ലെങ്കിൽ പൊട്ടി പോകും, ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അത് നമ്മുടെ കപ്പക്കായ നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അതിന്റെ ഒരു രീതി അങ്ങനെയാണ്. റബ്ബറൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് നനച്ചു വെക്കുമായിരുന്നു. അപ്പൊ കപ്പ പമ്പരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെ ഉപയോഗിക്കുന്ന എല്ലാവരും കണ്ടല്ലോ. എവിടെ കപ്പ കണ്ടാലും കപ്പക്കാ പറിക്കണം, പമ്പരം ഉണ്ടാക്കണം.